എന്താ ചെയ്യേണ്ടതെന്നറിയോ? പുള്ളിനെ കയ്യും കാലും കെട്ടി ഏതെങ്കിലും തോട്ടി കൊണ്ടുവരണം. അല്ല ഇടിയാന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി പടം, മാസ് ഫൈറ്റ് ഒക്കെ സൂപ്പർ, എല്ലാം തകർത്തു. സൂപ്പർ പടം, കോമഡി എല്ലാം വർക്കൗട്ടായി. കറക്റ്റ് അമ്മയും മകനായിട്ടുള്ള സീക്വൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ നല്ലതായിട്ടുണ്ട്. ചുമ്മാ അടിക്കാൻ വേണ്ടി അടിക്കണ പോലെയല്ല, ആവശ്യമുണ്ടായിട്ട് അടി. സൂപ്പറായിട്ട് ഈ 73-ാം വയസ്സിലും ഈ മാസം സെപ്റ്റംബറിൽ 73 വയസ്സാവും. ഫൈറ്റൊക്കെ ചുമ്മാ സൂപ്പർ, ഒന്നും പറയാനില്ല. പടം സൂപ്പറായിട്ടുണ്ട്. മമ്മൂക്ക വിചാരിച്ച പോലെയല്ല, വിചാരിച്ചതിലും ഉപരിയായിട്ട് ഇത്ര നല്ല ത്രില്ലില് ഞങ്ങളും കൂടെ ചാടാൻ പാകത്തിനായിരുന്നു. ഇല്ല ഇടിയാന്ന് പറഞ്ഞു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇല്ല ഈ പ്രായത്തിൽ ആർക്കും പറ്റില്ല. അത് ഓർക്കുമ്പോ നമ്മളും കൂടെ ചാടി പോവാ. ഒന്നും പറയാനില്ല. ഈ മനുഷ്യ ഈ വയസ്സാം കാലത്ത് കാട്ടിക്കൂടണ കാണുമ്പോ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പുള്ളിനെ കയ്യും കാലും കെട്ടി ഏതെങ്കിലും തോട്ടി കൊണ്ടുവരണം. അല്ലാണ്ട് ഇവിടെ ഉള്ളവർക്ക് രക്ഷയില്ല. പുള്ളി ഇപ്പോഴൊന്നും കളവഴിഞ്ഞ് പോണ മനുഷ്യനല്ല. ഒരു ഫൈറ്റ് എന്തി കാണിക്കും ഈ വയസ്സാം കാലത്ത് മനുഷ്യൻ? ഒരു രക്ഷയില്ലെന്നേ. പുള്ളിച്ചട്ടക്കല്ലേ. ചെറുപ്പക്കാർക്ക് പറ്റാത്ത പരിപാടികളാണ് പുള്ളി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രം കണ്ടാൽ മതി, മറ്റുള്ളതൊക്കെ വിട്ടേക്ക്. ലാസ്റ്റത്തെ ഒരു ഫൈറ്റുകൾ, ആ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി, ബാക്കി ഒന്നും കാണണ്ട. ഇല്ല, ഇത് നല്ലൊരു പോക്ക് പോവും. ഇതിപ്പോ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പോക്ക് പോകാൻ സാധ്യതയുണ്ട്. വലിയ മറ്റുള്ള തുടക്കം മുതലേ ഫൈറ്റ് ആണെന്നുള്ള രീതിയിൽ വരരുത്. അത് വരുന്ന ആളുകള് മമ്മൂക്കാടെ ഒരു പടം, ഒരു അടിപൊളി ഫിലിം, നല്ല ലാസ്റ്റ്. അല്ല, അമിത പ്രതീക്ഷ വേണ്ട. അമിത പ്രതീക്ഷ അല്ല ഇതിന് വേണ്ടത്. ഇത് മമ്മൂക്കാടെ പെർഫോമൻസ് കാണുക വന്നിട്ട്, മനസ്സിലായ? ഇതിപ്പോ വലിയ 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 പ്രതീക്ഷ വെച്ച് വരുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ മമ്മൂക്കാടെ പെർഫോമൻസ്, ഫൈറ്റ്, അതുപോലെയുള്ള സംഭവങ്ങൾ ആ ഒരു രക്ഷയില്ല. നമുക്ക് ആ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഫൈറ്റ് ആയിരിക്കും. മമ്മൂട്ടി ടർബോ ആറാടി. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയ, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. മാസല്ല ഈ ഒക്കെ സ്റ്റണ്ടെല്ലാം ഉഗ്രമാണ്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അല്ലേ, ഫസ്റ്റ് ഹാഫ് ആ രീതിയിൽ ആക്കായാണ്. ഫസ്റ്റ് ഹാഫ് കോമഡിയും ഇതൊക്കെയാണ്. പിന്നെ ബിന്ദു പണിക്ക് മമ്മൂട്ടി കോമ്പിനേഷൻ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ആവറേജ്, അബോ ആവറേജ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. അങ്ങനെ ആക്കാൻ അല്ല, സമ്മതിക്കണം. ഞാൻ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് ഹാഫിൽ മാറില്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഐ എക്സ്പീരിയൻസ് സ്റ്റണ്ടറിൽ പ്രാക്ടീസ് ചെയ്യണം, വളരെ സമ്മതിച്ചു കൊടുക്കണം. എന്തായാലും പടം ഹിറ്റായിരിക്കും. പടം എന്തായാലും ഹിറ്റാവും. ഇപ്പൊ ദൃശ്യയുടെ സെക്കൻഡ് ഹാഫ് ആണ് നല്ലത്, ഫസ്റ്റ് ഹാഫ് ഉണ്ടായില്ല. മമ്മൂട്ടിയും ടർബോ ആറാടി. പടം എന്തായാലും ഹിറ്റായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫ് ആവറേജ്, അബോ ആവറേജാണ്. പറയുന്നത് കേൾക്കണോ? ഫസ്റ്റ് ഹാഫ് ആവറേജാ, അബോ ആവറേജാ. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. 500 കൂടി പറയാൻ പറ്റില്ല, ഒരു 200 അടിക്കാൻ സാധ്യതയാണ്. 200 അടിക്കും. പുലിവീണ്ട് റെക്കോർഡ് അടിക്കാൻ സാധ്യതയാണ്. ക്ലീശ മൂവിയാണ്, മാസ് മസാല മൂവിയിലും ക്ലീശയാണ്. പടം നല്ലതാണ്.